ഇതിപ്പോൾ എന്താ കൊച്ച ഈ നട്ടുച്ച നേരത്തെ ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ പരിപാടി എന്ന് ചോദിച്ചാൽ സത്യം പറയാം, ഞാൻ മിക്കപ്പോഴും ആദ്യം സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത് എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് മെയിൻ കോഴ്സ്. അതവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാവേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ യൂട്യൂബ് കമൻസിൽ എന്നെ ഈ കൊച്ചേന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആൾക്കാരങ്ങനെ വിളിക്കും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എല്ലാവരും നമ്മളെ അങ്ങനെ കൊച്ചേന്ന് വിളിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമുണ്ടത് കേൾക്കാൻ, എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിവേ, ചിക്കൻ സ്റ്റൂവിലേക്ക് മടങ്ങി വരാം. ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പം സ്റ്റൂ അടിച്ചേക്കാം. അത് തന്നെയല്ല, ഇമ്മാതിരി കറിയൊക്കെ നമുക്ക് ഈ ഓഫൊക്കെ ഉള്ളപ്പോഴല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയതാണേ. അപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പം, പിന്നെ കുറച്ച് മീൻ വറുത്തേ. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു സാധനമില്ലേ, ഇത് നമ്മുടെ ജസ്റ്റ് കഴിക്കത്തില്ലെന്നേ. ജസ്റ്റിയും കഴിക്കല, കൊച്ചും കഴിക്കല. ഇത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. നമ്മുടെ മീൻ തല, നല്ല ഒന്നാന്തരം ഹമൂറിൻ്റെ തലപ്പീസ്. ഹമൂറ് മാത്രമല്ലേ, സാമൻ്റെ തലയിരിപ്പുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള 2 തലയാണ്, ഹമൂറും സാമനും. തല മാത്രമല്ല കേട്ടോ, ഫിഷും. പക്ഷേ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് കഴിക്കില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചു. അപ്പം പിന്നെ ജസ്റ്റ് ഇല്ലാത്തപ്പോൾ വേണ്ടേ ഉണ്ടാക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാന്നേ ഈ മീനിൻ്റെ തലക്കറി. പക്ഷേ ജസ്റ്റിക്ക് ഇഷ്ടമില്ല. മീനിൻ്റെ തലക്കറി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പോത്തിനെന്ത് ഏത്തവാഴ എന്ന് പറഞ്ഞോല്ലോ ജസ്റ്റിയുടെ കാര്യം. ഇതൊക്കെ കഴിച്ചില്ലേ പിന്നെ എന്നാ കഴിക്കാനല്ലേ. അല്ല, കപ്പയും ഇച്ചിരി മീൻതലയും കൂടെ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, എന്നാ. അതിപ്പോൾ ജസ്റ്റി മാത്രമല്ല കേട്ടോ, ഇന്ന് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ മമ്മീനോട് ചോദിക്കുക, എൻ്റെ കൊച്ച ഇതൊക്കെയാണോ കാരണം. അതെങ്ങനെ, തോട്ടത്തിൽ അപ്പച്ചൻ്റെ മോക്ക് തുണ്ടം പീസ് കഴിച്ചല്ലേ ശീലം. കപ്പ വേവിച്ചതും ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്ക്. ബാക്കി കറിയൊക്കെ ഇതിനു മുമ്പ് സല്യൂട്ട് അടിച്ചങ്ങ് മാറി നിൽക്കും. അപ്പം ശരി, എന്നാൽ പോയേച്ചും വരാം.